അയ്യപ്പൻ എന്താ വെച്ചാൽ അയ്യപ്പൻ ഒരു പ്രേതമായിക്കൊണ്ട് ഈ പന്തളം കൊട്ടാരങ്കരെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ഈ അയ്യപ്പന്റെ പ്രേതത്തെ ആത്മാവിനെ മണിമണ്ഡപത്തിൽ വെച്ചിട്ട് അടക്കം ചെയ്ത് അതിന് വാക്ക് കൊടുത്തു എന്നാണ് വർഷത്തിലൊരിക്കലും ഞങ്ങൾ രാജാവായി വായിച്ചോളാൻ. ശങ്കരാചാര്യ സ്വാമികളാവട്ടെ, വേദമാവട്ടെ, വിവിധ ധർമ്മഗ്രന്ഥങ്ങൾ, പരിശുദ്ധ ഖുർആൻ പോലും പറയുന്ന എന്താണ്? നീ കൊടുക്കുന്ന മൃഗത്തിന്റെ മാംസവും രക്തവും അല്ല ഞാൻ നോക്കിക്കാണുന്നത്, നിന്റെ സമർപ്പണമോ. രാജാവിന് കാമുകിയിൽ നിന്നുണ്ടായി കാട്ടിലെ കാമുകിയുമായിട്ടുണ്ടായ കോഴി മാംസം, കോഴിയെ കൊന്നു തിന്നുന്നവരും പന്നിയെ കൊന്നു തിന്നുന്നവരും പോത്തിനെ കൊന്നു തിന്നുന്നവരും ഒക്കെയാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്. ഈ പട്ടുമെത്തയും സ്വർണ്ണാഭരണങ്ങളും സിംഹാസനങ്ങളും വെച്ച് നീട്ടിയിട്ട് എനിക്കത് വേണ്ട, ഞാൻ കാട്ടിൽ പോയിരിക്കുക എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യമാണ് ഈ ശബരിമലയിലുള്ളത്. ഇല്ലേ, ഒരു ദൈവം എന്ന് വിളിക്കുന്ന ഒരു ദിവ്യപുരുഷന്റെ കാര്യമാണല്ലോ വ്യവസ്ഥാപിത ലോകത്തുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ദൈവത്തിന് എന്തിനാണ് ബലി എന്നാണ് അവിടെ കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിനെ ജീവിയായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അതിനൊരു ജീവനുണ്ട്, ആ ജീവൻ കൊടുത്ത് എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് മൃഗബലി നടത്തുന്നത് എന്നാണ് അവിടെ ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ ഉത്തരം പറയും? തീർച്ചയായും ഇത് നമ്മൾ അബാക്കിൽ തന്നെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളൊന്നും വേണ്ട, അപ്പൊ ബലി എന്തിനാ കൊടുക്കുന്നേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നു. സാധാരണ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ അപ്പൊ 9 ദിവസമായിട്ടോ 11 ദിവസമായിട്ടോ പല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പൊ ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ജീവാവാഹനമുള്ള പരിപാടിയുണ്ട്. പിന്നെ അതിന് മുള പൂജ. അപ്പൊ ഇവിടെയൊക്കെ വെച്ചാൽ മുള നമ്മളെന്ന് വെച്ചാൽ നട്ടുമുള, പിന്നെ അഗ്നി സൂര്യസോമ കലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പൂജയാണ്. എന്തായാലും മുള പൂജ കഴിഞ്ഞ് മുളം വിരിഞ്ഞു കഴിഞ്ഞാൽ, ശനി 5 ദിവസം വേണം, വിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് അതിന്റെ ജീവനെ ഈ ബിംബത്തിലേക്ക് ആവാഹിക്കുന്നുണ്ട്. അപ്പൊ സങ്കല്പം മാത്രമേ ഒരു വിത്തിൽ നിന്ന് പോലും ഒരു ജീവനെ ആവാഹിക്കുന്നുണ്ട്. അപ്പൊ ജീവൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ഒത്ത സങ്കല്പത്തിൽ എങ്ങനെയാ വെച്ചാൽ ആ ജീവൻ എന്റെ ജീവനാണ്. അങ്ങയുടെ ജീവനും എന്റെ ജീവനും കോഴിയുടെ ജീവനും ഒക്കെ ഒന്നിനാണ്, എന്റെ ജീവനാണ്. പിന്നെ ഭക്ഷണം, എല്ലാ കാലത്തും എല്ലാ ഭക്ഷണങ്ങളും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ജീവസ്യന്നമിതം, വേദത്തെ അംഗീകരിക്കുന്നവരാണ് ഇതൊക്കെ പറയുന്നത്, വേദം ഉദ്ഘോഷിക്കുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദം എന്ത് പറയുന്നു? വേദം പറയുന്നത് സ്മൃതികാരം പറയുകയാണ്. അവിടെയാണ് പറയുന്നത് ജീവസ്യന്നമിതം സർവം സർവം പ്രാണസ്യ ഭോജനം. ചണ്ടാളബാബയുടെ പ്രമാണം അല്ല ഇത്, ഹിന്ദു ധർമ്മത്തിന്റെ സ്മൃതികാരന്മാര് പറഞ്ഞ പ്രമാണമാണ്. ജീവസ്യന്നമിതം സർവം സർവം പ്രാണസ്യ ഭോജനം സ്ഥാവരം ജംഗമം ജൈവ. അതാണ് നേരത്തെ സർവം പ്രാണസ്യ ഭോജനം. സ്ഥാവരമാവട്ടെ ജംഗമാവട്ടെ ഒക്കെ ജീവന്റെ അന്നമാണ്. അങ്ങനെ വരുമ്പോ ആ അന്നത്തെ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെ കേവലം അറുത്ത് തിന്നുന്ന, ഇന്ന് വിമർശിക്കുന്ന 99% ആളുകളും മാംസഭക്ഷണം കഴിക്കുന്നവരാണ്. കല്യാണത്തിന്റെ പേരിലും അടിയന്തരത്തിന്റെ പേരിലും പിറന്നാളിന്റെ പേരിലും ഏതാഘോഷത്തിന്റെ പേരിലും അതിന്റെ പുരോഗമനത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് എന്താ പറയാ, നമ്മളിപ്പോ ഗോവധം നിരോധിച്ചാൽ അതിന്റെ പേരിൽ റോട്ടിലിട്ട് പശുവിനെ കൊല്ലുന്നവരും, അതുപോലെ തന്നെ കോഴിയെ കൊന്നു തിന്നുന്നവരും പന്നിയെ കൊന്നു തിന്നുന്നവരും പോത്തിനെ കൊന്നു തിന്നുന്നവരും ഒക്കെയാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്. വിശ്വാസിയും അവിശ്വാസിയും പുരോഗമനക്കാരനും യുക്തിവാദിയും ഒക്കെ ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ തിന്നുന്നവരാണ്. എന്നിട്ടാണ് ഇത് എതിർക്കുന്നത്. എതിർക്കുന്ന കാരണം എന്താ? ഈ ജീവനെ വെറുതെ നമ്മൾ അതിനെ കൊല്ലരുതേ, അതിനൊരു ജീവനാണെന്ന് മനസ്സിലാക്കണം, ആ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ആ ജീവനെ നമ്മുടെ ജീവൻ തന്നെയാണ്, അതുകൊണ്ട് അത് ഈശ്വരനിലേക്ക് ലയിപ്പിക്കണം, ഈശ്വരാംശമാണെന്ന് ചിന്തിക്കണം. ആ ചിന്തയോടുകൂടി ഈ ജീവനെ സമർപ്പിച്ചാൽ ആ ഒരു ഡ്യൂട്ടി എന്തോ ഒരു വിഗ്രഹമോ എന്തെങ്കിലും അതിൽ ഇതിന്റെ ആ ജീവൻ അതിലേക്ക് പോകുമ്പോൾ ചൈതന്യമാവുകയും അത് ലോകാനുഗ്രഹപ്രദമാവുകയും ചെയ്യും. അനുഭവമാണ്. ആ രീതിയിൽ പോപ്പ് കാന്താര സിനിമയിലൊക്കെ പോലെ തന്നെ അത് അനുഭവമാണ്, അത് എഫക്റ്റീവാണ്, അനുഭവിച്ച ആളുകൾക്കുള്ള ബോധ്യമാണ്, വിശ്വാസമല്ല. അങ്ങനെ അവരുടെ അനുഭവം പ്രാക്ടിക്കലി പരീക്ഷിച്ച് അല്ലെങ്കിൽ ചെയ്ത് ആചരിച്ച് വന്ന് ബോധ്യപ്പെട്ട ഒരു സത്യമാണ്. അതവർ ചെയ്യുമ്പോൾ പാപമല്ലേ ചോദിക്കുമ്പോൾ അവിടെയാണ് ശങ്കരാചാര്യ സ്വാമികളാവട്ടെ, വേദമാവട്ടെ, വിവിധ ധർമ്മഗ്രന്ഥങ്ങൾ, പരിശുദ്ധ ഖുർആൻ പോലും പറയുന്ന എന്താണ്? നീ കൊടുക്കുന്ന മൃഗത്തിന്റെ മാംസവും രക്തവും അല്ല ഞാൻ നോക്കിക്കാണുന്നത്, നിന്റെ സമർപ്പണമോ. അത് തന്നെയാണ് ഈ പറയുന്ന ഇത് സനാതന ധർമ്മത്തിന്റെ ഭാഗം തന്നെ അവിടെ പറഞ്ഞതും. ആ ഭാഗത്തൊന്നും മാറ്റില്ല. ധർമ്മം മതങ്ങൾ ഏത് പറഞ്ഞാലും ധർമ്മമാണ്. അത് ജൈൻ എന്ന് പേരിട്ട് വിളിച്ചാലും ധർമ്മം എന്ന് വിളിച്ചിട്ടാലും ധമ്മ എന്ന് വിളിച്ചാലും അത് ധർമ്മമാണ്. ആ ധർമ്മപ്രകാരം എന്താണ്? നമുക്ക് ജീവിക്കാൻ മറ്റൊന്നിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. ആശ്രയിക്കുമ്പോൾ അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. നെല്ലറുത്തെടുത്താൽ എന്തിനാ ക്ഷേത്രത്തിൽ കൊണ്ട് ഇല്ലെന്നാണ് നടത്തുന്നത്? ആവശ്യമില്ലല്ലോ, തിന്നാ പോരെ, ഇല്ലെന്ന് നടത്തും. അപ്പൊ എന്ത് വിഭവമാണെങ്കിലും ഈശ്വര സമർപ്പണം നടത്തണം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ സുജൂതി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മൾ വണങ്ങണം, സമർപ്പിക്കണം. അപ്പൊ അതിന്റെ സമർപ്പണമാണ്. അത് എഫക്റ്റീവുമാണ്. ഒരു പ്രാണനെ മറ്റൊന്നിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇപ്പൊ നമ്മൾ ഹാർട്ട് മാറ്റി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്, ബ്രെയിനിന്റെ ചില പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്.
നാളെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ജീവൻ നമുക്ക് ഒരിന്റെ പ്രാണനെ മറ്റൊന്നിലേക്ക് മാറ്റാമെന്നൊരു സാങ്കേതികത വന്നോടാ എന്നില്ല. ഉണ്ടെന്നല്ല നമ്മൾ പറഞ്ഞേ, നമ്മളുടെ ഒരു ആശയം ഉണ്ടായിക്കൂടാന്നില്ല. കാരണം പണ്ട് കാലത്ത് ഈ ഹാർട്ട് മാറ്റിയൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമായി തോന്നിയിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചരകനും ശുശ്രൂഷനും ഒക്കെ എന്താ വെച്ചാൽ ഈ ശസ്ത്രക്രിയ നടത്തിയെന്ന് പറയും. എന്ത് നടത്തിയെന്ന് കൂടുതൽ പറയാൻ നമുക്ക് വയ്യ. ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളൂ. വിമാനം പറത്തി ഭരദ്വാജം പറത്താൻ പരിശ്രമിച്ചു എന്ന് പറയാം, പറത്തിയിട്ടില്ല. വിമാനത്തിന് ചിന്തയുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇന്നതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രാണനെയും മറ്റൊന്നിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നുള്ളത് ഭാവിയിലേക്ക് വന്നൂടാ എന്നില്ല. ജീവന് ഒന്നിന് മറ്റൊന്നിനെ ജീവനെ കൊടുത്തൂടാ എന്നൊന്നും നമ്മുടെ ശ്വാസം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിട്ടാൽ അത് ഓക്സിജൻ ആക്കി മാറ്റാം എന്ന കണ്ടുപിടുത്തം ഉണ്ടായിക്കൂടാ എപ്പോഴുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ജീവിയുടെ പ്രാണനെ മറ്റൊരു ഒന്നുമല്ലാത്തൊരു ശിലയിലേക്കോ വിഗ്രഹത്തിലേക്കോ ഫോട്ടോത്തിലേക്കോ മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധിയിലേക്ക് മാറ്റുമ്പോൾ അത് കേവലം ഒരു പക്ഷിയിൽ ഒതുങ്ങേണ്ടത് അല്ലെങ്കിൽ ഒരു മൃഗത്തിൽ ഒതുങ്ങേണ്ടത് ലോകോപകാരപ്രദമായി മാറുന്നു എങ്കിൽ അത് കൃത്യമായ ഒരു വിശ്വസനീയമായ അല്ലെങ്കിൽ ബോധ്യമുള്ളൊരു ശാസ്ത്രമാണ്. അതിന്റെ പേരാണ് തന്ത്ര എന്നുള്ളത്. തന്ത്രത്തിന്റെ സാധ്യതകളാണത്. അപ്പൊ അതുകൊണ്ട് മാംസം കഴിക്കുന്നതിന് മറ്റുള്ളവരും കഴിക്കുമ്പോൾ അത് ദൈവികമാക്കി മാറ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ തീറ്റയും കൂടി നിർത്തണം ആയിട്ടില്ല തന്നെയല്ല. പണ്ട് ഇതാണ് അതിന്റെ വിഷയം. അപ്പം വെച്ചാൽ ഈ ധർമ്മത്തെ ഈ പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാനം ആ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ചെയ്യുന്നതൊക്കെ മോശമാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് മറ്റതൊക്കെ വലിയ ശ്രേഷ്ഠവും ഇവരെന്നും മോശക്കാരാവും. ഇവരെ മോശക്കാരാവുകയും ഈ ധർമ്മം മോശമാക്കി വെക്കുകയും ചെയ്യുക എന്നത് സത്യത്തിന് ഹിഡൻ അജണ്ടയാണ്. ഈ ശബരിമല വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അവിടുത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവിടെയുള്ള ദേവതയെ മാറ്റി ഇപ്പൊ ബ്രാഹ്മണികൾ താന്ത്രിക വിധി പ്രകാരം പൂജ ചെയ്യുന്നതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അത് ബ്രാഹ്മണിക്കലല്ല, ഏത് സമ്പ്രദായത്തിൽ ചെയ്താലും സമ്പ്രദായം മാറ്റം വരുത്തിയാൽ അതിന്റെ പ്രശ്നം ഉണ്ടാവും. സമ്പ്രദായം മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുലധർമ്മ, ആ സമൂഹത്തിന്റെ കുലധർമ്മമാണത്. കുലധർമ്മ ആചാരങ്ങൾക്ക് എവിടെയൊക്കെ പ്രശ്നമുണ്ടായോ അപ്പൊ കുലം മുടിയുന്ന. അപ്പൊ അതെന്താ വെച്ചാല് സ്വാഭാവികമായിട്ടും ആ ദേവത നമ്മളോട്, ദേവതയും അതിന്റെ ഭൂതഗണങ്ങളും നമ്മളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർണം കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോ സാധാരണ നിലനിൽക്കുന്ന വിശ്വാസം തന്നെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ഈ പട്ടുമെത്തയും സ്വർണ്ണാഭരണങ്ങളും സിംഹാസനങ്ങളും വെച്ച് നീട്ടിയിട്ട് എനിക്കത് വേണ്ട, ഞാൻ കാട്ടിൽ പോയിരിക്കുക എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യമാണ് ഈ ശബരിമലയിലുള്ളത്. ഇല്ലേ, ഒരു ദൈവം എന്ന് വിളിക്കുന്ന ഒരു ദിവ്യപുരുഷന്റെ കാര്യമാണല്ലോ വ്യവസ്ഥാപിത ലോകത്തുള്ളത്. ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പോയി കാട്ടിലിരിക്കുന്ന ഒരാളെ മേത്താണ് നമ്മൾ ആ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആരോട് ദൈവപ്രശ്നം വെച്ചിട്ടുമല്ല. അന്ന് വിജയ് മല്യ എന്താ വെച്ചാൽ സ്വർണം കൊടുക്കുമ്പോൾ ദൈവപ്രശ്നം വെച്ചാൽ നമുക്കറിയില്ല. ദൈവപ്രശ്നം വെച്ചാൽ അയ്യപ്പൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ഇരിക്കുന്ന അയ്യപ്പനാരെ ബ്രഹ്മചാരിയാണെന്ന് പറയാൻ പറ്റുമോ? താപസനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു അന്വേഷണം പോലും ഇല്ലാതെ അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെയുള്ള ആൾ കള്ളനുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക തെറ്റുകരുതണ്ട. അവിടെ കള്ളന്മാർക്ക് അറിയാം അയ്യപ്പനത് വേണ്ട, ആർക്കാ വേണ്ടത് അവർക്കാണ്. പൗരോഹിത്യം അതൊരു സമുദായത്തെ നമ്മൾ പറയുന്നില്ല. പൗരോഹിത്യത്തിന്റെ ആവശ്യമാണ് എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കാണ് ആവശ്യം. നിങ്ങൾക്ക് തന്നെ ശബരിമല പോയി കഴിഞ്ഞാൽ അവിടെ നെയ്യഭിഷേകം നടത്തിയ ഏതൊരു ഭക്തനും അറിയാൻ പറ്റുന്നതായിരിക്കും. നേരിട്ടൊരു നെയ്യഭിഷേകം നടത്താൻ അധികം ആളുകൾക്കും പറ്റുന്നില്ല, വളഞ്ഞിട്ടാണ് നടത്തുന്നത്. അയ്യപ്പന്റെ മുഖത്തൊരു നെയ്യ് ഒഴിക്കണമെങ്കിൽ മേൽശാന്തിയുടെയോ തന്ത്രിയുടെയോ ആളുകളെ കണ്ട് പൈസ കൊടുത്താൽ ചെയ്യുന്നില്ലേ? അങ്ങനെയുള്ള തന്ത്രിയും അങ്ങനെയുള്ള മേൽശാന്തിമാരാണ് അവിടെ. അവർ അപ്പോയിന്റ്മെന്റ് കിട്ടിയവരെന്താ ടി വിയിലൊക്കെ പറയാറ്? ഭഗവാന്റെ അനുഗ്രഹം, പിതൃക്കളുടെ പുണ്യമാണെങ്കിൽ പുണ്യം കൊണ്ട് പോരണം, പക്ഷെ പുണ്യം കൊണ്ടല്ല ചാക്കൊണ്ടാ പോരുന്നത്. വേണ്ടെന്നല്ല, വേദന എടുക്കാനും കുഴപ്പമില്ല, പക്ഷെ മറിച്ച് അതവിടെ നടക്കുന്നത് എന്താണ്? അയ്യപ്പൻ താപസനാണെന്ന് പറയുകയും ഇവർ കൊണ്ടു നടക്കുന്ന വേറെ രീതിയിൽ. അതിന് കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് പറഞ്ഞത്, കലികാലത്തിൽ ഓൾറെഡി ഭാഗവതം പറഞ്ഞ പോലെയാണ്. കലികാലത്തിൽ എന്താ വെച്ചാല് പുരോഹിതന്മാർ, അങ്ങനെ പുരോഹിതനല്ല, ബ്രാഹ്മണർ വൈശ്യന്മാരായി മാറുന്ന. ഞാൻ വേറെ കാര്യം ചോദിച്ചേ, ഈ ശബരിമലയിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് രഹസ്യങ്ങളുണ്ടോ? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട പല ആളുകളോടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കും, അവര് വെളിയിൽ പറയാൻ തയ്യാറാകത്തില്ല. അതായത് ഒരുപാട് ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് അവർ പുറത്ത് പറയാൻ തയ്യാറാകത്തില്ല. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയുന്നവർക്കെല്ലാം അടി കിട്ടിയിട്ടേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും കൃത്യമായിട്ട് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? കാരണം അവിടെ തന്ത്രിക്ക് മാത്രമേ അവിടെ ഭഗവാന്റെ മുമ്പിൽ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ, അവിടെ സാഷ്ടാംഗം പ്രണമിക്കാനുള്ള അവകാശമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും ഒരു രഹസ്യമില്ലേ? അല്ല, അത് അവിടുത്തെ രഹസ്യം അവിടെ ഒരുപാട് കാര്യം. ഇപ്പൊ നമ്മൾ സ്വതവേ കേട്ടുകേൾവി ഉള്ളതെന്ന് വെച്ചാൽ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട കുറെ കഥകളാണല്ലോ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നമ്മളൊരു വട്ടരും ഒരു മലയിൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയം, ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് കുറച്ച് മലയാള സമുദായക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്നു. നമ്മളുടെ സംസാരം അവർക്ക് അനുകൂലമായ രീതിയിലായതുകൊണ്ട് അവർക്ക് വേണ്ടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് വന്ന് പറഞ്ഞൊരു കഥ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അവര് പറഞ്ഞാൽ ഈ പന്തളം കൊട്ടാരത്തിൽ എടുത്തു വളർത്തിയ കുട്ടി എന്ന് പറഞ്ഞത് ഞങ്ങളെ കുട്ടിയാണ്.
അതെങ്ങനെയാ അങ്ങനെ ശരിയാവുന്നത്? അപ്പൊ ആ മലയ വിഭാഗത്തിൽ പെട്ടിരുന്ന ഒരു പെൺകുട്ടിയെ അവിടുത്തെ പന്തളം കൊട്ടാരത്തിൽ രാജാവായിരിക്കുന്ന ആള് അവിടെ ഈ നായാട്ടിന് വരുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയും അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടാവുകയും അങ്ങനെ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ കുട്ടീനെ എന്താ വെച്ചാൽ വളർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പാടെ സമ്മതത്തോട് കൂടിയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്നുള്ള കഥ പറഞ്ഞുകൊണ്ട്. അയ്യപ്പനൊപ്പം കാട്ടിൽ നിന്ന് കളഞ്ഞിട്ട് കുട്ടിയാണ്. കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയല്ല, അവിടെ ഈ രാജാവിന് ഉണ്ടായ കുട്ടിയാണെന്ന് ഇവര് പറയുന്നത്. ഇവരുടെ കുട്ടിക്ക് അവിടെ രാജാവിൽ നിന്നുണ്ടായ കുട്ടിയാണെന്നാ പറഞ്ഞത്, കളഞ്ഞു കിട്ടിയോന്നല്ല. അതായത് പന്തളം രാജാവിന് കാമുകിയിൽ നിന്നുണ്ടായ കാട്ടിലെ കാമുകിയുമായിട്ടുണ്ടായ കുട്ടിയാണ് കൊണ്ടുപോയതാണ്. അത് ഞങ്ങളുടെ കുട്ടി. പക്ഷെ മലയന്മാർ പറഞ്ഞ ഞങ്ങളുടെ കുട്ടിയാണ്. എല്ലാ മലയന്മാരും അംഗീകരിക്കേണ്ടത് നമുക്കല്ല, നമ്മളെ കാണാൻ വന്നവര്. അപ്പോ അങ്ങനെ കുട്ടിയാണ്. ആ കുട്ടി അവിടെ വളർന്നു വലുതായപ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് രാജരാജൻ ഉണ്ടാവുകയാണ്. രാജരാജൻ ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് എന്താണ്, കൊട്ടാരത്തിലെ രാജാവ് ഉൾപ്പെടെ എല്ലാവർക്കും പിന്നീട് ഈ പറഞ്ഞ മണികണ്ഠനെ രാജാവാക്കാൻ താല്പര്യമില്ല. അപ്പൊ അതിന് ഇയാളെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം, പറഞ്ഞയക്കണം. അങ്ങനെയാണ് ഈ പുലികഥയൊക്കെ ഉണ്ടാക്കുന്നത്, പാല് കൊണ്ടുവരാനൊക്കെ. അങ്ങനെ പറഞ്ഞയച്ചിട്ട് പിന്നെ അങ്ങനെ അതിന് പോയ മണികണ്ഠനെ രാജാവ് ചതിച്ചു കൊന്നു എന്നാണ് അവര് പറഞ്ഞത്. ക്ഷുരിക എറിഞ്ഞ് മണികണ്ഠനെ ചതിച്ചു കൊന്നു. കൊന്ന സമയത്ത് ഈ മണികണ്ഠനെ ഒരു അയ്യപ്പൻ എന്ന് വിളിക്കുന്ന, ഇവരയ്യപ്പൻ എന്നാ വിളിക്കാം, ഈ മലയന്മാരെ അയ്യപ്പൻ എന്നാ വിളിക്കാം, ഇവരാണ് മണികണ്ഠൻ. അയ്യപ്പൻ എന്താ വെച്ചാല് അയ്യപ്പൻ ഒരു പ്രേതമായിക്കൊണ്ട് ഈ പന്തളം കൊട്ടാരക്കാരെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോ അതിന് പ്രായശ്ചിത്തമായിട്ട് ഈ അയ്യപ്പന്റെ പ്രേതത്തെ ആത്മാവിനെ മണിമണ്ഡപത്തില് വെച്ചിട്ട് അടക്കം ചെയ്ത് അതിന് വാക്ക് കൊടുത്തു എന്നാണ്, വർഷത്തിലൊരിക്കലും ഞങ്ങൾ രാജാവായി വാഴിച്ചോളാം എന്നുള്ളത്. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കലും ആ വർഷത്തിലൊരിക്കലും അതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അവിടെ അത് നടക്കുമ്പോൾ തന്നെ ഈ ട്രൈബൽ പൂജാപധാനങ്ങളുടെ ഒരു രീതി എങ്ങനെ വെച്ചാൽ ഈ പിതൃക്കളെയൊക്കെ ആചരിക്കുമ്പോൾ ബലി ഇത്യാദി കാര്യങ്ങൾ വേണം. ഇപ്പൊ നമ്മൾ ബലിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞാലും കൃത്യമായി നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും, രഹസ്യമായിട്ട് തന്ത്രിമാര് ചെയ്യുന്നില്ല, പക്ഷെ ഇതിനോട് വേണ്ടപ്പെട്ട ചില വിഭാഗക്കാര് അവിടെ കൃത്യമായി ചില പൂജകൾ അവിടെ പമ്പയിലൊക്കെ വെച്ച് നടത്തുന്നുണ്ട്. എല്ലാ പടിപൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുതി പൂജ ഗുരുതിയായിട്ട് നടത്തുന്നില്ല. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് 36 ആടുകളെയൊക്കെ തുറന്നുവിട്ട് അതിന് ബലി കൊടുക്കും. അതൊക്കെ നിരോധിച്ചു, അതൊന്നും ഇപ്പൊ സാധ്യമല്ല. അപ്പൊ പേരിന് ഒരു കോഴിയെ ബലി കൊടുത്തുകൊണ്ട് ചെറിയൊരു പൂജ, കോഴിയല്ല അജൻ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടി. പക്ഷെ അതുപോലെ രഹസ്യമായിട്ട് നടന്നോട്ടെ, നമ്മളൊന്നും ഇപ്പൊ പരസ്യക്കേണ്ട ആവശ്യമല്ല, എന്നാൽ പോലും ചിലതൊക്കെ സമൂഹം അറിയണം. അപ്പൊ അത്തരം പൂജകൾ അവിടെ നടത്തുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ചില വേർഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളിപ്പോഴും സംസാരിച്ചു പോകുന്നത് ഭൂതനാഥോപാഖ്യാനത്തേക്കൊക്കെ പോകുന്നത്. ആധികാരിക ഗ്രന്ഥങ്ങൾ ഇല്ല, അത് ആകെയുള്ളത് ഭൂതനാഥോപാഖ്യാനമാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർ. ഭൂതനാഥോപാഖ്യാനം എടുത്തു വെക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭൂതനാഥോപാഖ്യാനം നമ്മൾ കിട്ടുന്ന സമയത്ത് ഭൂതനാഥോപാഖ്യാനം പറയുന്നത് അത് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഒരു ഭാഗമാണെന്നാണ്, പകുതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പകുതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല. താന്ത്രിക കുടുംബവുമായി ബന്ധപ്പെടുന്ന ഒരു തെളിവുകളും ഇതിനകത്തില്ല. ഒന്നും ഈ പറയുന്ന ഇപ്പോഴത്തെ പൂജാ പാരമ്പര്യത്തിന്റെയോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിന്റെയോ ഒന്നും ഒരു, പന്തളം കൊട്ടാരം ഭൂതനാഥോപാഖ്യാനത്തിലൊക്കെ എത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു തരത്തിൽ വരുന്ന പ്രാമാണികൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെയുള്ളത് ട്രൈബിന്റെയാണ്. ട്രൈബിന് പുസ്തകത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളും ഇല്ല, വിദേശികൾ എഴുതിയ പല ഭാഗത്തും ഉണ്ട്. പേര് കിട്ടുന്നില്ല, അവിടുത്തെ മൂപ്പന്റെ പേര്, അവസാനത്തെ മൂപ്പൻ. അദ്ദേഹം ഓൾറെഡി മതം മാറിപ്പോ തന്നെയാണ് ചെയ്യുന്നത്, എന്നാൽ പോലും അദ്ദേഹമാണ് അവിടുത്തെ അവസാനം ഉണ്ടായിരുന്നത്. ഇപ്പൊ പി.കെ. സജീവനൊക്കെ പറഞ്ഞതൊക്കെ ഉള്ള കാര്യമാണ്, അത് ചരിത്രരേഖകളിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതൊരു ചരിത്രമാണെങ്കിൽ ഇതൊരു എത്ര കൊല്ലം പുറകേക്ക് നമ്മൾ പോകണം ഈ ചരിത്രം തരി? ഇവിടെയാണ് നമ്മളെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന നേരത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഈ ഇന്ന് കാണുന്ന ലെവലിൽ ഒരു ശാസ്താക്ഷേത്രം അല്ലെങ്കിൽ ശാസ്താ രീതി, ഈ ബ്രാഹ്മണീകൃതമായി ഇതൊന്നും പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് ബ്രാഹ്മണരോട് വിരോധമായിട്ട് പറയില്ല, ചരിത്രപരമായിട്ട് വാക്ക് ഉപയോഗിക്കണമല്ലോ, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പദം ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത്തരം ഒരു ദൈവസങ്കല്പം, ശാസ്ത്ര ദൈവസങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കേണ്ടത് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളാണ്. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി ഏകദേശം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ AD 788 തൊട്ടിട്ട് 820 വരെയുള്ള കാലഘട്ടമൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതിനു മുമ്പോ ആ കാലഘട്ടത്തിലോ ഈ ശാസ്ത്രീ ശബരിമല അയ്യപ്പ ക്ഷേത്രം, ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നൊക്കെ അവർ പറയുന്നത് എത്ര പ്രാധാന്യം ഉണ്ടെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ അതിന് സ്തുതിയോ അഷ്ടകോ എന്തെങ്കിലും ഒന്ന് എഴുതേണ്ടതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ശേഷാവാനേ തരുള്ളൂ. പിന്നെന്താ വെച്ചാൽ പാണ്ഡ്യരാജാക്കന്മാരുടെ ഒരു കാലഘട്ടം പറഞ്ഞ നേരത്ത് അവർ ഏകദേശം ഒരു 16ാം നൂറ്റാണ്ട് AD 1600 ചില്ലാനും നൂറ്റാണ്ട് വരെയൊക്കെ അവരുടെ ഏകദേശം രാജഭരണ പ്രൗഢി ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ 16ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ട് ഉള്ളിലൊക്കെ ഏകദേശം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു കഥയും ഒക്കെ ഉണ്ടാവാനുള്ള കാലഘട്ടം. അതിനു മുമ്പ് മലയം ദൈവമൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ ഒരു കഥയിലേക്ക് കടന്നു വരുന്ന അപ്പോഴായിരിക്കും.